ഹലോ ഗൈസ്, പവിത്രം പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് നമ്മുടെ മുത്തശ്ശി കൊണ്ടുവന്ന ആ ഒരു വിഗ്രഹവുമായിട്ട് നമ്മുടെ വേദയും വിക്രവും ആ ഒരു പൂജാമുറിയിലുള്ള കയറിയുള്ള ഒരു പ്രാർത്ഥന തുടങ്ങുന്ന നിമിഷങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിക്രത്തിന്റെ വീട്ടിലെ പൂജാമുറിയിൽ വെച്ചും ഒരു ദിവസം പ്രാർത്ഥിക്കണം, വേദയുടെ വീട്ടിലും പോയി അവിടെയും പൂജാമുറിയിൽ ഈ വിഗ്രഹം വെച്ചിട്ട് അവിടെ വെച്ചും പ്രാർത്ഥിക്കണം. അതായിരുന്നു നമ്മുടെ മുത്തശ്ശി അച്ചമ്മ പറഞ്ഞ പ്രകാരമുള്ള ഒരു പ്ലാൻ. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ വിക്രത്തിന്റെ വീട്ടിൽ ആദ്യം പൂജാമുറിയിൽ വെച്ച് ഇത് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ വിക്രവും വേദിയും ഒരുമിച്ച് ആ ഒരു നിലവിളക്കൊക്കെ കൊളുത്തി ആട്ടോ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അവര് തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടിങ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. പിന്നീട് നമ്മുടെ വേദയുടെ മുത്തശ്ശിയൊക്കെ വന്നിട്ട് ഇവരെ വേദയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പൊ എല്ലാ പ്രശ്നങ്ങളും ഒരുവിധം കലങ്ങി തെളിഞ്ഞ പോലെയാട്ടോ നമുക്ക് ആദ്യം കാണുവാൻ സാധിക്കുന്നത്. വേദയുടെ അച്ഛനും അമ്മയും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമ്മുടെ ശ്രീകാന്തും വർഷയും മാത്രമേ ഉള്ളൂ ഇച്ചിരി കുത്തിത്തിരിപ്പായിട്ട് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ നമ്മുടെ ശ്രീകാന്തിന്റെ നമ്മുടെ വിക്രത്തിന്റെ കാലൊക്കെ കഴുകി ആ വീട്ടിലേക്ക്, നമ്മുടെ വേദയുടെ വീട്ടിലേക്ക് വേദയുടെ അമ്മ ഇങ്ങനെ കയറ്റുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം അവരുടെ വീട്ടിലെ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച് എല്ലാം ഭയങ്കര മംഗളമായിട്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ വർഷയും നന്ദിനിയും കൂടെ പ്ലാൻ ചെയ്ത് അവിടെ എന്തൊക്കെയോ കെണികൾ ഒപ്പിക്കുന്നുണ്ട്. പിന്നീട് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. വർഷ വന്നിട്ട് അവിടെ വന്ന് എല്ലാവരുടെയും മുന്നിൽ കിടന്ന് ഒച്ചപ്പാടെടുക്കുന്നുണ്ട്. 4 വള ഞാൻ വെച്ചിരുന്നതാണ്, ഇപ്പൊ 3 കാണുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ നമ്മുടെ വിക്രത്തിന്റെ വീട്ടുകാരെ മൊത്തത്തിൽ കള്ളന്മാരാക്കി അടച്ചാക്ഷേപിച്ച് നമ്മുടെ വർഷ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിക്രത്തിനാണെങ്കിൽ പിന്നെ ഇത് കേൾക്കുമ്പോ പിന്നെ സഹിക്കാൻ പറ്റില്ലല്ലോ. വിക്രവും തിരിച്ച് നമ്മുടെ അച്ഛമ്മയുടെ അടുത്ത് വന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. അച്ഛമ്മയുടെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും ഇപ്പൊ എങ്ങനെയിരിക്കുന്നു, നമ്മളെല്ലാവരും സംശയനിഴലിലായില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് നമ്മുടെ ശ്രീകാന്തിന്റെ കുത്തിനീർ ഷർട്ടിന് കുത്തിപ്പിടിക്കുന്നുണ്ട് നമ്മുടെ വിക്രം. അങ്ങനെ ഏറ്റവും ഒടുവില് ഭയങ്കര ഒരു എന്താ പറയാ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.